ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിൽ 27-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അധീകോനത്രിംശോऽധ്യായഃ. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ വചോസ്മാഭിർന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യത്വ്യനക്യാത്മനഃ പുരം ഏകദ്വിത്രിച്ചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാ ഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യെന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ യദാധിഗൃച്ഛൻ പുരുഷകാസ്നേന പ്രകൃതേർഗുണാൻ. നവദ്വാരം ദ്വിഹസ്താം ഖ്രി തത്രാമനുരസാദ്വിതി ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം. യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യൽകൃതം. സഖ്യസ്തദ്വൃത്തയ പ്രാണ പഞ്ചവൃത്തിർയഥോരഗഃ. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം. പഞ്ചാലാഹ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിസ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരോ ബഹിര്യാതി യസ്തദിന്ദ്രിയസംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാഃ. ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാ ചോത്തരസ്മൃതഃ. പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിസ്നമിഹോച്യത്തെ. ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീനാസേ ഗന്ധഃ സൗരഭ ഉച്യത്തെ. ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രഹസഃ. आपणो व्यवहारोऽत्र चित्रमन्थो बहूदनं. पितृहूर्दक्षिणं कर्ण उत्तरो देवहू स्मृतः. प्रवृत्तं च निवृत्तं च शास्त्रं पञ्चालसंज्ञितं. पितृयानं देवयानं श्रोत्रात् श्रुतिधरात् व्रजेद. आसुरीमेढ्ढमर्वाग्द्वा व्यवायो ग्रामीणां रतिः. उपस्थो दुर्मदप्रोक्तो निर्ऋतिर्गुद उच्यते. वैशसं नरकं पायुर्लुब्धगोन्धौ तु मे शृणु. हस्तपादौ पुमांस्ताभ्यां युक्तो याति करोति च. अन्तःपुरं च हृदयं विषूजिर्मन उच्यते. तत्र मोहं प्रसादं वा हर्षं प्राप्नोति तल्गुणैः. यथा यथा विक्रियते गुणोक्तो विकरोति वा तथा तथोपद्रष्टात्मा तद्वृत्तिरनुकार्यते. देहो रथस्त्विन्द्रियाश्व संवत्सरयो गतिः. संवत्सररयो गतिः. द्विकर्मचक्रस्त्रिगुणध्वज पञ्चासु बन्धुरः. मनोरश्मिर्बुद्धिसूतो हृन्नीडो द्वन्द्वकूबरः. पञ्चेन्द्रियार्थप्रक्षेप सप्तधातुवरूथकः. आगूतिर्विक्रमो बाह्यो मृगतृष्णां प्रधावति. एकादशेन्द्रियचमूः पञ्चसूना विनोदकृत्. संवत्सरश्चण्डवेगः कालो येनोपलक्षितः. तस्याहानीह गन्धर्वा गन्धर्व्यो रात्रयः स्मृताः. हरन्द्यायुपरिक्रान्त्या षष्ट्युत्तरशतत्रयम्. कालकन्या जरा साक्षात् लोकस्तां नाभिनन्दति. सुस्वारं जगृहे मृत्यु क्षयाय यवनेश्वरः. आधयो व्याधयेस्तस्य सैनिका यवनाश्चराः. भूतोपसर्गाशुरयः प्रज्वारो द्विविधो ज्वरः. एवं बहुविधैर्दुःखैर्दैवभूतात्मसम्भवैः क्लिश्यमानः शतं वर्षं देहे देही तमोवृतः. प्राणेन्द्रियमनोधर्मानात्मन्यध्यास्य निर्गुणः. शेते कामलवान् ममाहमिति कर्मकृत्. यदात्मानमविज्ञाय भगवन्तं परं गुरुं पुरुषस्तु विषज्जेदा गुणेषु प्रकृतेः स्वदृक्
ഗുണാഭിമാനീ സതദാ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്, 28. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി ഗർഹിജിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാസ്തമം ക്രിയായാസാം സ്തമം ശോകോത്കടാൻ ക്വചിൽ എന്നൂടി ചൊല്ലാം. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി ഗർഹിജിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ ശോകോത്കടാൻ ക്വചിത്. ദുഃഖപര്യവസായി ആയിരിക്കുന്ന ആ സാത്വിക കർമ്മങ്ങളിലൂടെ ചിലപ്പോൾ ഏറെ ആ പ്രകാശമയമായിരിക്കുന്ന ലോകങ്ങളെ കിട്ടും. പിന്നെ ചിലപ്പോൾ രാജസത്തിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മക്ലേശങ്ങൾ, രാജസത്തിലൂടെ കർമ്മക്ലേശപരങ്ങളും തമോമയങ്ങളായ കർമ്മങ്ങളിലൂടെ അത്യന്തം ശോചനീയമായിരിക്കുന്ന ലോകങ്ങളെയും ആപ്നോതി പ്രാപിക്കുന്നു. ഈ 3 വിധത്തിലുള്ള ആ ഗുണങ്ങളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ശുക്ലാത് പ്രകാശഭൂയിഷ്ഠൻ, ശുക്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാത്വിക കർമ്മങ്ങളിലൂടെ കർഹിജിൽ ചിലപ്പോൾ പ്രകാശഭൂയിഷ്ഠൻ ഏറെ പ്രകാശമയമായിരിക്കുന്ന ലോകങ്ങളെ കിട്ടും. ക്വിജിൽ പിന്നെ ചിലപ്പോൾ രാജസമായിട്ടുള്ള ആയാസാൻ രാജസമായിരിക്കുന്ന രാജസത്തിലൂടെ കർമ്മക്ലേശപരങ്ങളും ആയാസാൻ കർമ്മക്ലേശങ്ങളുള്ളതായിട്ട് തീരും. തമോമയങ്ങളായുള്ള കർമ്മങ്ങളിലൂടെ ശോകോത്കടാൻ അത്യന്തം ശോചനീയമായിരിക്കുന്ന ലോകങ്ങളെയും ആപ്നോതി പ്രാപിക്കുന്നു. ഇതിലത്തെ പദങ്ങളൊന്നും കൂടി പറയാം. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠൻ ലോകാൻ ആപ്നോതി ഗർഹിജിൽ, സാത്വിക കർമ്മങ്ങളെ കൊണ്ട് ആ പ്രകാശഭൂയിഷ്ഠമായിരിക്കുന്ന ലോകങ്ങളെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ, രാജസം ആയിരിക്കുന്ന ക്രിയയിലൂടെ ദുഃഖങ്ങളുള്ള ലോകങ്ങളെ കിട്ടും. തമസ്സിനെ കൊണ്ട് ശോകോത്കടാൻ ശോചനീയമായിരിക്കുന്ന ലോകങ്ങളെ ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നു. ദുഃഖോദർക്കാൻ ദുഃഖപര്യവസായിയുമായ ശുക്ലാൽ സാത്വിക കർമ്മങ്ങളിലൂടെ കർഹിച്ചിൽ ചിലപ്പോൾ പ്രകാശഭൂയിഷ്ഠാൻ ഏറെ പ്രകാശമയമായിരിക്കുന്ന ലോകങ്ങളെയും ക്വിച്ചിൽ പിന്നെ ചിലപ്പോൾ രാജസാൽ ആയാസാൻ പിന്നെ ചിലപ്പോൾ രാജസമായിരിക്കുന്ന ക്രിയകളെ കൊണ്ട് രാജസാത് ആയാസാൻ ആ രാജസത്തിലൂടെ ആ കർമ്മക്ലേശപരങ്ങൾ ആയിട്ടുള്ളവ ഉണ്ടാവുന്നു. തമോമയ കർമ്മങ്ങളിലൂടെ ശോകോത്കടാൻ അത്യന്തം ശോചനീയങ്ങളുമായിരിക്കുന്ന ലോകങ്ങളെയും ആപ്നോതി പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഇതിലത്തെ അന്വയം വന്നിട്ട് ദുഃഖോദർക്കാൻ ശുക്ലാൽ കർഹിച്ചിൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാൻ ക്വിച്ചിൽ രാജസാൽ ആയാസാൻ തമ ശോകോത്കടാൻ ആപ്നോതി. ഒന്നുകൂടി പറയാം. ദുഃഖോദർക്കാൻ ശുക്ലാത് കർഹിജിൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാൻ ക്വിച്ചിൽ രാജസാൽ ആയാസാൻ തമഃ ശോകോത്കടാൻ ആപ്നോതി. ദുഃഖപര്യവസായി ആയിരിക്കുന്ന ആ സാത്വിക കർമ്മങ്ങളിലൂടെ ചിലപ്പോൾ ഏറെ പ്രകാശമയമായിരിക്കുന്ന ലോകങ്ങളെയും പിന്നെ ചിലപ്പോൾ ആ രാജസ ക്രിയകളാൽ രാജസത്തിലൂടെ കർമ്മക്ലേശപരങ്ങളായിട്ടുള്ള ലോകങ്ങളെയും തമോമയ കർമ്മങ്ങളിലൂടെ ശോകോത്കടാൻ അത്യന്തം ശോചനീയങ്ങളുമായിരിക്കുന്ന ലോകങ്ങളെയും ആത്മോതി പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാത്വിക കർമ്മങ്ങളുടെ ആധിക്യം ഹേതുവായിട്ട് സ്വർഗാദി പുണ്യ ലോകങ്ങളെ പ്രാപിക്കുന്നു. രാജസകർമ്മങ്ങളുടെ ആധിക്യത്താൽ മനുഷ്യരായിട്ട് ജനിക്കുന്നു. രാജസകർമ്മങ്ങളുടെ ആധിക്യത്താൽ മനുഷ്യരായിട്ട് ജനിക്കുന്നു.
മനുഷ്യജന്മം ദുഃഖ സമ്മിശ്രമാണ്. തമസിൻ്റെ ആധിക്യത്താൽ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കുന്നു. എന്നാണ് പറഞ്ഞത്. സാത്വിക കർമ്മങ്ങളുടെ ആധിക്യം ഹേതുവായിട്ട് സ്വർഗാദി പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു. രാജസകർമ്മങ്ങളുടെ ആധിക്യത്താൽ മനുഷ്യരായി ജനിക്കും. മനുഷ്യജന്മം സുഖസമ്മിശ്രമാണ്. തമസിൻ്റെ ആധിക്യത്താൽ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണത്. 28ാമത്തെ ശ്ലോകം. അപ്പോൾ ഇടയ്ക്ക് ആ സാത്വിക കർമ്മത്താൽ പുണ്യലോകം പ്രാപിക്കുന്നു. രാജസകർമ്മത്താൽ ദുഃഖമായിരിക്കുന്ന ആ ഉത്തരഫലത്തോടു കൂടിയവയും ക്ലേശബഹുലമായിരിക്കുന്ന മനുഷ്യലോകങ്ങളെയും, ഇടയ്ക്ക് താമസകർമ്മം നിമിത്തം അജ്ഞാനം, ശോകം ഇവ അധികമുള്ള നീചലോകങ്ങളെയും പ്രാപിക്കുന്നു. ഒന്നുകൂടി പറയാം. ഇടയ്ക്ക് സാത്വിക കർമ്മത്താൽ പുണ്യലോകം പ്രാപിക്കുന്നു. രാജസകർമ്മത്താൽ ദുഃഖമയമായ ഉത്തരഫലത്തോടു കൂടിയവയും ക്ലേശബഹുലമായിരിക്കുന്ന മനുഷ്യലോകങ്ങളെയും, ഇടയ്ക്ക് താമസകർമ്മം നിമിത്തം അജ്ഞാനം, ശോകം ഇവ ആധിക്യമുള്ള നീചലോകങ്ങളെയും പ്രാപിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ കർമാനുസാരേണ ഉണ്ടാകുന്ന ജീവഗതി ഭേദങ്ങളെ കാണിക്കുകയാണ്. പാപകർമ്മം അധികരിച്ചാണെങ്കിൽ സുഖഭൂയിഷ്ഠങ്ങളും പ്രകാശബഹുളങ്ങളുമായിരിക്കുന്ന സ്വർഗാദി ലോകങ്ങളിൽ ഗതി ലഭിക്കും. പുണ്യപാപ സമ്മിശ്ര കർമ്മം നിമിത്തം പര്യവസാനത്തിൽ ദുഃഖങ്ങളും പ്രവൃത്തി നിമിത്തം കഷ്ടങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മാനുഷലോകത്തിൽ ജന്മമുണ്ടാകും. തമോ ഗുണാധിക്യം നിമിത്തം പാപകർമ്മം ആയിരുന്നാൽ കഠിന ദുഃഖങ്ങളും അറിവില്ലായ്മയാൽ തീരെ മൂടപ്പെട്ടവയുമായിരിക്കുന്ന ആ പക്ഷിമൃഗാദി ജാതികളിൽ പോയിട്ട് ജനിക്കും. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ തത്തോ അപ്പോൾ ഗുണാഭിമാനിയായിരിക്കുന്ന ആ ജീവൻ സത്വരജസ്തമോ മയാനാം കർമാണി, സത്വം രജം തമസ തുടങ്ങിയിട്ടുള്ള ആ കർമ്മങ്ങൾ ചെയ്തിട്ട് തത്തൽ സദൃശാൻ, അതിന് സദൃശങ്ങളായിരിക്കുന്ന ലോകങ്ങളെ പ്രാപ്നോതി എന്ന് പറഞ്ഞു. അതിന് തക്കതായിട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. തതോ ഗുണാഭിമാനി സത്വരജസ്തമായാനി കർമാണി കുർവൻ തത്തൽ സദൃശാൻ ലോകാൻ പ്രാപ്നോതി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ 29ാമത്തെ ശ്ലോകം നോക്കാം. കൊജിൽ പുമാൻ കൊജിച്ച സ്ത്രീ കൊജിന്നോഭയമന്ധതീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ. കൊജിൽ പുമാൻ കൊജിച്ച സ്ത്രീ കൊജിന്നോഭയമന്ധതീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ. അപ്പോൾ അന്ധബുദ്ധി കൊണ്ട് ചില ജന്മത്തിൽ പുരുഷനായിട്ടും ചില ജന്മത്തിൽ സ്ത്രീയായിട്ടും ചിലപ്പോൾ ഉഭയം രണ്ടുമല്ലാതെയും അല്ലെങ്കിൽ ദേവൻ, മനുഷ്യൻ, പക്ഷിമൃഗാദികൾ തിര്യക്വാ എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദി ഇവയിൽ എന്തെങ്കിലും ആയിട്ടോ ആ കർമ്മം ഗുണം ഇവയ്ക്കനുസരിച്ചിട്ട് ജന്മം എടുക്കണമെന്നർത്ഥം. അപ്പോൾ കൊജിൽ പുമാൻ ചിലപ്പോൾ പുരുഷൻ, കൊജിച്ച സ്ത്രീ ചിലപ്പോൾ സ്ത്രീ, കൊജിന്നോഭയമന്ധതി ചിലപ്പോൾ ഉഭയം, ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിൽ വന്നു ഭവിക്കുന്നു. ചിലപ്പോൾ ദേവൻ, ദേവോ മനുഷ്യ, ചിലപ്പോൾ മനുഷ്യർ ആയിട്ട് ജനിക്കുന്നു. തിര്യക്കുകളായിട്ട്, അതായത് പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും. യഥാ കർമ്മഗുണം, എപ്രകാരം ആണോ കർമ്മത്തിൻ്റെ ഗുണം അതിനനുസരിച്ച് ഭവിക്കുന്നു, ഭവം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വാക്കുകൾ അന്ധബുദ്ധിയായിരിക്കുന്ന ജീവൻ, അന്ധബുദ്ധിയായിരിക്കുന്ന ജീവൻ കൊജിൽ ചില ജന്മത്തിൽ പുമാൻ പുരുഷനായും, കൊജിൽ ചിലതിൽ സ്ത്രീയായിട്ടും, കൊജിൽ ചിലപ്പോൾ നോഭയം രണ്ടുമല്ലാതെയും, ദേവഹ അല്ലെങ്കിൽ ദേവന്മാർ, ദേവൻ, മനുഷ്യൻ, തിര്യക്വ
പക്ഷിമൃഗാദി ഇവയിൽ ഏതെങ്കിലും ആയിട്ടോ യഥാകർമ്മഗുണം കർമ്മം ഗുണം ഇവയ്ക്കൊത്ത് ഭവഃ ജന്മം എടുക്കുന്നു. ഒന്നുകൂടി പറയാം. അന്ധധീഹി അന്ധബുദ്ധിയായിരിക്കുന്ന ജീവൻ ക്വചിൽ ചില ജന്മത്തിൽ പുമാൻ പുരുഷനായും ക്വചിത് ചിലതിൽ സ്ത്രീയായിട്ടും ക്വചിത് ചിലപ്പോൾ നോഭയം രണ്ടുമല്ലാതെയും ദേവഃ അല്ലെങ്കിൽ ദേവൻ മനുഷ്യൻ തിര്യക്വ പക്ഷിമൃഗാദി ഇവയിൽ ഏതെങ്കിലുമായിട്ടോ യഥാകർമ്മഗുണം കർമ്മം ഗുണം ഇവയ്ക്കൊത്തിട്ട് ഭവഃ ജനിക്ക് ജന്മമെടുക്കുന്നു. അപ്പോൾ അന്ധധീ ക്വചിൽ പുമാൻ ക്വചിൽ സ്ത്രീ ക്വചിൽ നോഭയം ദേവഃ മനുഷ്യഃ തിര്യഗ്വാ യഥാകർമ്മഗുണം ഭവഃ. എന്നുകൂടി പറയാം. അന്ധധീ ക്വചിൽ പുമാൻ ക്വചിൽ സ്ത്രീ ക്വചിൽ നോഭയം ദേവഃ മനുഷ്യഃ തിര്യഗ്വാ യഥാകർമ്മഗുണഃ ഭവഃ. അന്ധബുദ്ധിയായിരിക്കുന്ന ജീവൻ ചില ജന്മത്തിൽ പുരുഷനായിട്ടും ചിലതിൽ സ്ത്രീയായിട്ടും ചിലപ്പോൾ രണ്ടുമല്ലാതെയും അല്ലെങ്കിൽ ദേവൻ മനുഷ്യൻ പക്ഷിമൃഗാദി ഇവയിൽ എന്തെങ്കിലുമായിട്ടോ ആ കർമ്മം ഗുണം ഇവയ്ക്കൊത്തിട്ട് ഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ചില കാരണങ്ങളാൽ പുരുഷനായിട്ടും വേറെ ചില കാരണങ്ങളാൽ സ്ത്രീയായിട്ടും മറ്റു ചിലപ്പോൾ നപുംസകമായിട്ടും ജനിക്കും. കർമാനുസാരേണ ദേവനോ മനുഷ്യനോ പക്ഷിമൃഗാദികളോ ആയിട്ടാകും ആ പുനർജന്മം, ആ ജീവൻ്റെ അടുത്ത ജന്മം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ധബുദ്ധിയായിട്ട് ഇടയ്ക്ക് പുരുഷനായും ഇടയ്ക്ക് സ്ത്രീയായും മറ്റു ചിലപ്പോൾ അത് രണ്ടുമല്ലാത്ത നപുംസകമായിട്ടും ജനിക്കുന്നു. ദേവനായോ മനുഷ്യനായോ തിര്യക്കായോ ജനിക്കുകയും ചെയ്യുന്നു. ജന്മം അവരവരുടെ ഗുണങ്ങളെയും കർമ്മത്തെയും ആശ്രയിച്ചിട്ടാണ്. ജന്മം അവരവരുടെ ഗുണങ്ങളെയും കർമ്മത്തെയും ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ക്വചിത് പുരുഷൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോഭയമന്ധധീ ദേവോ മനുഷ്യ സ്ഥിര്യഗ്വാ യഥാകർമ്മ ഗുണം ഭവ. ജീവൻ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ മതിയായിരിക്കുന്ന ഉപായം അറിയാൻ സമർത്ഥ ആയ ബുദ്ധിയില്ലാത്തതിനാൽ കർമ്മസ്വഭാവത്തെ അനുസരിച്ച് തന്നെ ചിലപ്പോൾ സ്ത്രീ ശരീരം, ചിലപ്പോൾ പുരുഷ ശരീരം, ചിലപ്പോൾ ബുദ്ധിശൂന്യൻ, ചിലപ്പോൾ ദേവൻ, ചിലപ്പോൾ തിര്യക് ജന്തു എന്നീ ശരീരങ്ങളെ ആശ്രയിക്കുന്നു. ഏതുവിധം സുഖം ദുഃഖം അനുഭവിപ്പാൻ ഏതുവിധം ദേഹമുചിതമോ ആ ദേഹത്തെ ജീവൻ സ്വീകരിപ്പാൻ നിർബന്ധിതനായിത്തീരുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ക്വചിത് പുമാൻ ക്വചിൽ സ്ത്രീ, ചിലപ്പോൾ പുരുഷൻ ചിലപ്പോൾ സ്ത്രീ, ക്വചിൽ നപുംസകം ചിലപ്പോൾ നപുംസകം ആയിട്ടും ദേവ മനുഷ്യാദിരൂപോ ദേവൻ മനുഷ്യൻ തുടങ്ങിയ രൂപത്തിലും വാ ഭവന്തി ഇങ്ങനെ വന്ന് ആ കർമാനുസാരേണ ജനിക്കുന്നു എന്നർത്ഥം. ക്വചിൽ പുമാൻ ക്വചിൽ സ്ത്രീ, ചിലപ്പോൾ പുരുഷൻ ചിലപ്പോൾ സ്ത്രീ, ക്വചിൽ നപുംസക ചിലപ്പോൾ നപുംസകം, പിന്നെ ദേവൻ മനുഷ്യൻ ആദി രൂപങ്ങളിലെ ആ കർമാനുസാരേണ വന്ന് ജന്മം എടുക്കുന്നു എന്നർത്ഥം. ക്വചിൽ പുമാൻ ക്വചിൽ സ്ത്രീ ക്വചിൽ നപുംസക ദേവ മനുഷ്യാദിരൂപോ വാ ഭവന്തി എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്രിയായാസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മക്ലേശപരമായവ എന്നർത്ഥം. ആയാസമുള്ള ക്രിയ. ഈ കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങൾ ബ്രഹ്മപുരാണവുമായിട്ട് താരതമ്യം പഠനം അർഹിക്കേണ്ട. തമഹ സത്വരജോയുക്തസ്താസു താസ്വിഹ യോനിഷു ലീയതേ പ്രതിബദ്ധത്വാദബദ്ധ ജനസേവനാത് സഹവാസനിവാസത്വാൽ ബാലോഹമിതി മന്യതേ ബാലോഹമിതി മന്യതേ യോഹം ന സോഹം ഇത്യുക്തോ ഗുണാനേവാനുവർത്തതേ തമസശ്ചൈവ സാത്വികാൻ സത്വസംശ്രയാൻ ശുക്ലലോഹിതം കൃഷ്ണനിരൂപാണ്യേതാനി ത്രീണി തു സർവാണ്യേതാനി രൂപാണി ജാനീഹി പ്രകൃതാനി തു താമസാ നിരയം യാന്തി രാജസാ മാനുഷാനഥ സാത്വികാ ദേവലോകായ ഗച്ഛന്തി സുഖഭാഗിനഃ നിഷ്കേവലേന പാപേന തിര്യഗ്യോനിമവാപ്നുയാത് പുണ്യപാപേഷു മാനുഷ്യം പുണ്യമാത്രേണ ദേവതാഃ ഏവം അവ്യക്തവിഷയം മോക്ഷമാഹുർമനീഷിണ. ഇങ്ങനെയൊക്കെ ബ്രഹ്മപുരാണത്തിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം
സമഗ്രമായിട്ടുള്ള ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ജ്ഞാനം കൊണ്ടും യോഗം കൊണ്ടും ദേഹത്യാഗം ചെയ്തിട്ട് ദേവയാനത്തിലൂടെ സദ്യോമുക്തി പ്രാപിക്കുന്ന നിഷ്കാമന്മാരായിരിക്കുന്ന ആ യോഗികൾക്കും സ്വർഗത്തിനും ഉപരിയായ മഹർലോകം, ജനലോകം, തപോലോകം, ബ്രഹ്മലോകം എന്നീ പുണ്യലോകങ്ങളിലെ ഭോഗങ്ങൾ അനുഭവിച്ച് തൃപ്തി വന്ന ശേഷം ക്രമമുക്തി പ്രാപിക്കുന്ന സകാമരായിരിക്കുന്ന യോഗികൾക്കും പുനർജന്മം ഇല്ല. ഇവരുടെ അവസ്ഥ ദ്വിതീയ സ്കന്ധം ദ്വിതീയാധ്യായത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അനാവൃത്തി ശബ്ദാദനാവൃത്തി. അവർക്ക് ആ മടങ്ങി വരാനാവില്ല. വേദം പ്രമാണം എന്നർത്ഥം. ആവർത്തിക്കാൻ 2 കാരണമുണ്ട്. ഒന്നാമതായിട്ട് ശാസ്ത്രസമാപ്തി അപ്രകാരം ആണെന്ന അശിഷ്ടാചാരം. പിന്നെ നിഷ്കാമനായ യോഗിയെയും സകാമനായ യോഗിയെയും ഉൾപ്പെടുത്താൻ ആവർത്തനവും ആവശ്യമാണല്ലോ. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടാത്തവർക്കെല്ലാം പുനർജന്മം ഉണ്ട്. ഇപ്പോൾ മുകളിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെടാത്തവർക്കെല്ലാം പുനർജന്മമുണ്ട്. അവരെ 2ആയി തരംതിരിക്കാം. ഒന്ന്, പിതൃയാനം സിദ്ധിച്ച സുഹൃതികൾ. യാഗാദികളാൽ സ്വർഗപ്രാപ്തി കൈവരിച്ച അത്തരക്കാർക്ക് പുണ്യം ക്ഷയിച്ചാൽ പുനർജന്മം സ്വീകരിക്കേണ്ടി വരുന്നു. തദ്യഥേഹ കർമ്മചിതോ ലോക ക്ഷീയത ഏവമേവാമുത്ര പുണ്യചിതോ ലോക ക്ഷീയത്തെ. ഇങ്ങനെയുള്ള ആ ശ്രുതിവാക്യം ഉദ്ധരിച്ചു കൊണ്ടിട്ട് വേദ ഏവാഗ്നിഹോത്രാദീനാം സാധനാനാം അനിത്യഫലതാം ദർശേതി. ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, പിതൃയാനം പുനർഭവ എന്ന് സപ്തമത്തിൽ നാരദ മഹർഷി തന്നെ പറയുന്നുണ്ട്. തേ തം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതിനാൽ ആ യജ്ഞാദികളിലൂടെ ലഭിക്കുന്ന സ്വർഗാദിലോകങ്ങൾ ആ നശ്വരങ്ങളാണ്. അവർക്ക് ആ പുണ്യഭോഗാനന്തരം സ്വകർമാനുസാരേണ പുനർജന്മവുമുണ്ട്. നചികേതസിനോട് യമധർമ്മൻ സ്വാനുഭവം പറയുന്ന ആ കഠോപനിഷത് വാക്യം രസകരമാണ്. ജാനാമ്യഹം ശേവതിരിത്യനിത്യം ന ഹ്യധ്രുവൈ പ്രാപ്യതേ ധ്രുവം തൽ തതോ മയാ നാചികേതശ്ചിതോഗ്നിർ അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, കർമ്മങ്ങളാൽ സിദ്ധിക്കുന്ന ഉത്കൃഷ്ട ഫലങ്ങൾ ശാശ്വതമല്ലെന്ന് തനിക്കറിയാം. കർമ്മങ്ങളാൽ സിദ്ധിക്കുന്ന ഉത്കൃഷ്ട ഫലങ്ങൾ ശാശ്വതമല്ലെന്ന് തനിക്കറിയാം. നിത്യമായിരിക്കുന്ന കൈവല്യം കർമ്മങ്ങളാൽ ലഭ്യമല്ലെന്നും ബോധ്യമുണ്ട്. താൻ നാചികേതയാഗം അഥവാ അഗ്നിചയനം നടത്തിയതിൻ്റെ ഫലമായിട്ട് മനുഷ്യരെ അപേക്ഷിച്ച് നിത്യമായിരിക്കുന്ന യമധർമ്മൻ്റെ പദവി ദേവത്വം ലഭിച്ചുവെന്ന്, ആ സർവരെയും നിഗ്രഹിക്കുന്ന അന്തകനാണ് മരണഭയം ഉണ്ടെന്ന്, സർവരെയും നിഗ്രഹിക്കുന്ന അന്തകന് പോലും മരണഭയം ഉണ്ട് എന്ന് ഇതിൽ നിന്നും സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാത്വികവും രാജസവും മിശ്രവുമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ള അനുഭവങ്ങളാണ് ഇതേവരെ ചർച്ച ചെയ്തത്. താമസകർമ്മനിരതന്മാർക്ക് ഊർധ്വഗതി ഇല്ല തന്നെ. അവർക്ക് മരണാനന്തരം നരകപ്രാപ്തിയും ദുഷ്കർമ്മഫലത്തിനുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം കർമ്മത്തിനൊത്ത പുനർജന്മപ്രാപ്തിയും ഉണ്ടാകുന്നു. തമഹ ശോകോത്കടാൻ ക്വചിത് എന്ന ആ ഭാഗവത വാക്യത്തിൻ്റെ പരിധിയിൽ പെടുന്നവരാണ് ഇവർ. കർമ്മത്തിനനുസരിച്ച് മനുഷ്യരായും പക്ഷിമൃഗാദികളായും സ്ഥാവരങ്ങളായും ജംഗമങ്ങളായും ഒക്കെ ആ ശ്രുതി യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം. വിഭാഗത്തെ പറ്റിയിട്ട് വിശദമായിരിക്കുന്ന പഠനം ഗരുഡപുരാണത്തിലൂടെ സാധ്യം ആണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡനോട് ഉപദേശിക്കുന്നതിൽ ചിലത് ഇവിടെ ഉദ്ധരിക്കാം. വൈചിത്രസോത്തരം പ്രശ്നേ ദ്വിതീയസ്യ വദാമി തേ കർമ്മണാം പ്രാക്തനാനാം തു സദസത്വേന ഭേദതഃ ഭവേദ് ഭോഗസ്യ വൈചിത്ര്യം ഭ്രാമ്യതാം പ്രാണിനാമിഹ ദേവത്വമസുരത്വം ച യക്ഷത്വാദി സുഖപ്രദം മാനുഷത്വം പശുത്വം ച പക്ഷിത്വാദ്യതിദുഃഖദം കർമ്മണാം താരതമ്യേന ഭവതീഹ ഖഗേശ്വര. മഹാപാതകജാൻ ഘോരാൻ നരകാൻ പ്രാപ്യദാരുണാൻ കർമ്മക്ഷയാത് പ്രജായന്തെ മഹാപാതകിനഃ ക്ഷിതൗ. മൃഗാശ്വസൂക്തരോഷ്ട്രാണാം ബ്രഹ്മ യോനിമൃച്ഛതി കൃമികീടപതംഗത്വം
സ്വർണഹാരീ സമാപ്നുയാത്. ബ്രഹ്മഹത്യ ചെയ്തവർ മാൻ, കുതിര, പന്നി, ഒട്ടകം ഇത്യാദികളായിട്ടും സ്വർണം മോഷ്ടിച്ചവർ കൃമികീടങ്ങളും പാറ്റകളും മറ്റുമായിട്ടും പുനർജന്മം സ്വീകരിക്കുന്നുവെന്ന് പറയുന്നു. ഇത് നരകയാതന അനുഭവിച്ച ശേഷം ആണ് ഇങ്ങനെ ജനിക്കുന്നത്. ദേവോ മനുഷ്യ സ്ഥിര്യഗ്വാ എന്നതിൻ്റെ അർത്ഥം മേലുദ്ധരിച്ചിരിക്കുന്ന ആ ബ്രഹ്മപുരാണ ശ്ലോകത്തിൽ ഉണ്ട്. സ്ത്രീ പുരുഷ സംയോഗത്തിൽ ശുക്ല രജസ്സുകളുടെ ആ അനുപാതാനുസാരേണയാണ് ആ ലിംഗഭേദം സംഭവിക്കുന്നത്. പുമാൻ പുംസോധികേ ശുക്രേ സ്ത്രീ ഭവത്യധികേ സ്ത്രീയാഹ സമേ പുമാൻ പുംസ്ത്രീയൗ വാട് ക്ഷീണയൽപേച്ച വിപര്യേഹ. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, കർമ്മണാ ദൈവനേത്രേണ ജീവസ്യ സംസൃതിർ ബഹ്വീഹി ഇത്യാദി ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെ അനുബന്ധം എന്നോണം ആണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം. 30ഉം 31. ക്ഷുൽപരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദന്തി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവചപഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം. ഒന്നുകൂടി. ക്ഷുൽപരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദന്തി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവചപഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം. അങ്ങനെ ആ വിശപ്പ് കൊണ്ട് വിവശനായിരിക്കുന്ന ആ ഒരു ശ്വാവ്, ഒരു നായ, വീട് തോറും അലഞ്ഞു നടന്നിട്ട് ആ യോഗമേതോ അതുപോലെ അതല്ലോ കിട്ടുന്നത് ഭക്ഷണം തന്നെയോ അതിനെ പ്രാപിക്കുന്നു. അത് എങ്ങനെയാണോ അതുപോലെ അങ്ങനെ തന്നെ കാമാസക്തനായിരിക്കുന്ന ജീവൻ ആ ഉച്ചനീചത്വങ്ങളായിരിക്കുന്ന മാർഗങ്ങളിലൂടെ മുകളിലേക്കോ താഴേക്കോ മധ്യത്തിലേക്കോ അലഞ്ഞു തിരിഞ്ഞ് ആ പ്രിയവും അപ്രിയവുമായതിനെ യോഗം പോലെ അനുഭവിക്കണമെന്നർത്ഥം. ക്ഷുൽപരീതോ യഥാദീനഃ വിശന്ന് വലഞ്ഞ ഒരു ദീനനായിരിക്കുന്ന സാരമേയം എന്ന് പറഞ്ഞാൽ പട്ടി. ഗൃഹം ഗൃഹം ഓരോ ഗൃഹത്തിലും ചരൻ ചെന്നിട്ട് വിന്ദതി യദ്ദിഷ്ടം അവിടെ നിന്നും കിട്ടുന്നത് എന്തോ അത് ദണ്ഡം ഓദനം, ദണ്ഡമാണെങ്കിൽ ദണ്ഡം ഇല്ലെങ്കിൽ ഭക്ഷണം ആണെങ്കിൽ ഭക്ഷണം, അതിനെ ഏവവ അതിനെ പ്രകാരം സ്വീകരിക്കുന്നു. അതുപോലെ തഥാ കാമാശയോ ജീവ അതുപോലെ ആ കാമാസക്തിയിൽ ആ ജീവൻ ഉച്ച വജപഥ ആ നല്ല ലോകങ്ങളിലെ ഭ്രമിച്ചിട്ട് ഉപര്യഥോ നല്ല നല്ല അനുഭവങ്ങളെ ലഭിക്കുന്നു. മധ്യേവ ചിലപ്പോൾ മധ്യമ ഫലങ്ങളിൽ ആയിരിക്കും, ചിലപ്പോൾ യാതിദിഷ്ടം തീരെ താഴ്ന്ന അവസ്ഥയിലായിരിക്കും ജനിച്ചിട്ട് പ്രിയം വന്നുപെട്ടിട്ട് ആ സുഖാസുഖങ്ങളെ യോഗം പോലെ അനുഭവിക്കണമെന്നർത്ഥം. അതാണ് ക്ഷുൽപരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദന്തി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവചപഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം. ഇതിലത്തെ പദങ്ങൾ ക്ഷുൽപരീത വിശപ്പുകൊണ്ട്, ദീനഃ വിവശനായിരിക്കുന്ന, സാരമേയ ഒരു ശ്വാവ്, ഗൃഹം ഗൃഹം വീടുതോറും, ചരൻ അലഞ്ഞു നടന്ന്, ദിഷ്ടം യത് യോഗമേതോ അതുപോലെ, ദണ്ഡം തല്ലോ, ഓദനം ഏവവാ ഭക്ഷണം തന്നെയോ, വിന്ദന്തി പ്രാപിക്കുന്നത്, യഥാ എങ്ങനെയോ അതെങ്ങനെയാണോ അതുപോലെ, അങ്ങനെ തന്നെ കാമാശയ കാമാസക്തനായിരിക്കുന്ന ജീവൻ ഉച്ചാവചപഥ ഉച്ചനീചത്വങ്ങളായിരിക്കുന്ന മാർഗങ്ങളിലൂടെ, ഉപരി മുകളിലേക്കോ, അധഃ വാ താഴേക്കോ, മധ്യേ വാ മധ്യത്തിലേക്കോ, ഭ്രമൻ അലഞ്ഞുതിരിഞ്ഞ്, പ്രിയാപ്രിയം പ്രിയവും അപ്രിയവുമായതിനെ ദിഷ്ടം യോഗം പോലെ യാതി അനുഭവിക്കുന്നു. ഒന്നുകൂടി പറയാം പദങ്ങൾ. ക്ഷുൽപരീതഃ വിശപ്പുകൊണ്ട്, ദീനഃ വിവശനായിരിക്കുന്ന, സാരമേയ ഒരു ശ്വാവ്, ഗൃഹം ഗൃഹം വീടുതോറും, ചരൻ
അലഞ്ഞു നടന്ന് ദിഷ്ടം യത് യോഗമേതോ അതുപോലെ ദണ്ഡം തല്ലോ ഓദനം ഏവവ ഭക്ഷണം തന്നെയോ വിന്ദതി പ്രാപിക്കുന്നത് യഥാ എങ്ങനെയോ തഥാ അങ്ങനെ തന്നെ കാമാശേഹ കാമാസക്തനായിരിക്കുന്ന ജീവൻ ഉച്ചാവജപഥ ഉച്ചനീചത്വങ്ങളായിരിക്കുന്ന മാർഗത്തിലൂടെ ഉപരി മുകളിലേക്കോ അധഃ വാ താഴേക്കോ മധ്യേ വാ മധ്യത്തിലേക്കോ ഭ്രമൻ അലഞ്ഞു തിരിഞ്ഞ് പ്രിയാപ്രിയം പ്രിയവും അപ്രിയവുമായതിനെ ദിഷ്ടം യോഗം പോലെ യാതി അനുഭവിക്കുന്നു. അതിലത്തെ അന്വയം പറയാം. ക്ഷുൽപരീതഃ ദീനഃ സാരമേയഃ ഗൃഹം ഗൃഹം ചരൻ ദിഷ്ടം യത് ദണ്ഡം ഓദനം ഏവവാ വിന്ദതി യഥാ തഥാ കാമാശേഹ ജീവഃ ഉച്ചാവജപഥാ ഉപരി അധഃ വാ മധ്യേ വാ ഭ്രമൻ പ്രിയാപ്രിയം ദിഷ്ടം യാതി. എന്നും കൂടി പറയാം. ക്ഷുൽപരീതഃ ദീനഃ സാരമേയഃ ഗൃഹം ഗൃഹം ചരൻ ദിഷ്ടം യത് ദണ്ഡം ഓദനം ഏവവാ വിന്ദതി യഥാ തഥാ കാമാശേഹ ജീവഃ ഉച്ചാവജപഥാ ഉപരി അധഃ വാ മധ്യേ വാ ഭ്രമൻ പ്രിയാപ്രിയം ദിഷ്ടം യാതി. അതായത് ആ വിശപ്പ് കൊണ്ട് വിവശനായിരിക്കുന്ന ഒരു ശ്വാവ് വീട് തോറും അലഞ്ഞു നടന്ന് ആ യോഗം ഏതോ അതുപോലെ തല്ലോ ഭക്ഷണമോ എന്തിനെയാണോ പ്രാപിക്കുന്നത് അതിനെ എങ്ങനെയാണോ അത് പ്രാപിക്കുന്നത് അങ്ങനെ തന്നെ കാമാസക്തനായിരിക്കുന്ന ജീവനും ഉച്ചനീചത്വങ്ങളായിരിക്കുന്ന മാർഗത്തിലൂടെ മുകളിലേക്കോ താഴേക്കോ മധ്യത്തിലേക്കോ അലഞ്ഞു തിരിഞ്ഞ് പ്രിയവും അപ്രിയവുമായതിനെ യോഗം പോലെ അനുഭവിക്കുന്നു. അപ്പോൾ വിശന്നു വലഞ്ഞ് ദൈന്യം അനുഭവിക്കുന്ന ഒരു ശ്വാവ് ആഹാരം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെ വീടുതോറും കയറിയിറങ്ങുന്നു. തൻ്റെ അന്നത്തെ യോഗം പോലെ ചിലപ്പോൾ തല്ല് കിട്ടും, ചിലപ്പോൾ ആഹാരം കിട്ടും. അതുപോലെയാണ് കാമാസക്തിയോട് കൂടിയിരിക്കുന്ന ജീവൻ്റെ പരക്കം പാച്ചിൽ. പൊങ്ങിയും താണുമുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ചിലപ്പോൾ ഉപരിഭാഗത്ത്, ചിലപ്പോൾ മധ്യത്തിൽ, ചിലപ്പോൾ കീഴെ ഇങ്ങനെ ചെന്നുപെട്ട് സുഖാസുഖങ്ങളെ യോഗം പോലെ അനുഭവിക്കുന്നു. കാമഭോഗങ്ങൾക്ക് ഉതകുന്ന ദേഹാന്തര പ്രാപ്തിക്ക് ജീവനെ അലഞ്ഞു നടക്കുന്ന ശ്വാവിനോട് ഉപമിക്കുന്നു. നിത്യാനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് വൈരാഗ്യം സിദ്ധിക്കാനാണ് ഇത് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർമ്മഫലം നാം അറിയുന്നില്ല, അതിനനുസൃതമായിട്ട് മാത്രമേ ശരീരങ്ങൾ ലഭിക്കൂ. ഇത് മുഖ്യമായിട്ട് 3 പ്രകാരമാണ്. ഒന്ന് ഊർധ്വലോകപ്രാപ്തി, സ്വർഗകാമോ യജേത ഇത്യാദി വേദവിധികളാൽ അത്തരക്കാർക്ക് നമുക്കുപരിയായിരിക്കുന്ന സ്വർഗലോകം. യോഗം കൊണ്ട് ആ ദേഹത്യാഗം ചെയ്യുന്ന സകാമന്മാരായിരിക്കുന്ന യോഗികൾക്ക് ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം മഹർലോകാദി വിശിഷ്ട ലോകങ്ങളെ പ്രാപിക്കാം. ഊർധ്വഗതി പുണ്യം പോലെ, പാപമാണെങ്കിൽ നരകം അതാണ് അധോഗതി. ഇങ്ങനെ പറഞ്ഞത് ഊർധ്വഗതി പുണ്യം പോലെ, പാപമാണെങ്കിൽ നരകം അതാണ് അധോഗതി. മധ്യം എന്നാൽ ഭൂമി തന്നെ. കർമാനുസാരേണ ഭൂമിയിൽ തന്നെ ജന്മാന്തരപ്രാപ്തി. പക്ഷിമൃഗാദികളായോ വൃക്ഷലതാദികളായോ എല്ലാം ആകാം. മനുഷ്യജന്മം സിദ്ധിക്കുക എന്നത് അതിഭാഗ്യമാണ്. അങ്ങനെ ലഭിച്ചാൽ ഈശ്വരനെ സേവിച്ച് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷപ്രാപ്തി കൈവരിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഞ്ഞാൽ മരണശേഷം ശ്വാവിൻ്റെ ഗതി തന്നെ. വീടുതോറും എന്ന അർത്ഥത്തിൽ ഗൃഹം ഗൃഹം എന്ന് അവിടെ പറയുന്നു. വിഭാഗത്തെപ്പറ്റി ഗരുഡപുരാണത്തിൽ നിന്നും മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. പരസ്ത്രീഗമനം, ബ്രഹ്മസ്വാപഹരണം എന്നിവ ചെയ്താൽ ബ്രഹ്മരക്ഷസായിട്ട് ജനിക്കും. ധാന്യം അപഹരിച്ചാൽ മൂഷികനായിട്ട് ജനിക്കും. ഇങ്ങനെ അനേകം കർമ്മവിഭാഗങ്ങളെ പറ്റിയിട്ട് ഗരുഡത്തിൽ പറയുന്നുണ്ട്. ഗത്വാ ദാരാൻ പരേഷാശ്ച ബ്രഹ്മസ്വമപഹൃത്യ ച അരണ്യേ നിർജ്ജനേ ദേശേ ജായത്തെ ബ്രഹ്മരാക്ഷസഃ. മൂഷകോ ധനഹാരി സ്യാദ് ധ്യാനമുഷ്ട ഫലം കപിഹി. ഗരുഡപുരാണത്തിൽ പറയുന്നത് വിഭാഗത്തെ പറ്റിയിട്ട്
യാജ്ഞവൽക്യ സ്മൃതി മുതലായവയിലും വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്ന ശ്വാവിൻ്റെ ജന്മം ലഭിക്കുന്നത് ബ്രഹ്മഹത്യ ചെയ്തവർക്കാണ്. അതും നരകയാതന അനുഭവിച്ച ശേഷം മൃഗാശ്വസൂകരോഷ്ട്രാണാം ബ്രഹ്മയോനി യോനിമൃച്ഛതി. മൃഗാശ്വസൂകരോഷ്ട്രാണാം ബ്രഹ്മ യോനിമൃച്ഛതി യാജ്ഞവൽക്യസ്മൃതിയിൽ പറയുന്നതാണ്. അപ്പോൾ ബ്രഹ്മരക്ഷസ് അഥവാ ബ്രഹ്മരാക്ഷസൻ എന്ന അഗതി വരാത്ത ബ്രാഹ്മണ പ്രേതം എന്ന സാധാരണ സങ്കല്പം ഇവിടെ അനുയോജ്യം അല്ല. ഷഡംഗവേദവിദുഷാം ക്രതുപ്രവരയാജിനാം ശുശ്രാവ ബ്രാഹ്മണഘോഷാൻ സ വിരാത്രേ ബ്രഹ്മരാക്ഷസാം. ഇവിടങ്ങളിലെല്ലാം ആ ബ്രഹ്മരക്ഷസ എന്നാൽ രാക്ഷസരിൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം വരുന്നത്. രാക്ഷസരിൽ ബ്രാഹ്മണരായിരിക്കുന്നവൻ ആണ് ബ്രഹ്മരക്ഷസ്. രക്ഷസു തന്നെ രാക്ഷസൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത്, വിശന്നു ക്ലേശിച്ച നായ വീടുതോറും ചുറ്റി നടന്ന് തൻ്റെ കർമ്മ അനുസരിച്ച ഇടയ്ക്ക് അടിയും ഇടയ്ക്ക് തീറ്റയും കിട്ടി അലയുന്നത് പോലെ കാമിയായിരിക്കുന്ന ജീവൻ ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായിരിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവിടെ നീചയോണികളിലും തൻ്റെ കർമ്മം അനുസരിച്ചിട്ട് സുഖദുഃഖങ്ങളെയും പ്രാപിക്കണു എന്നാണ് പറയുന്നത്. മുക്തി ലഭിക്കുന്നത് വരെ പരമ്പര ആയിട്ടുള്ള ദുഃഖാനുഭവ ഫലത്തെ ദൃഷ്ടാന്തപൂർവം കാണിക്കുന്നു. വിശന്നു വലയുന്ന ശ്വാവ് ഓരോ ഗൃഹങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ചിലരിൽ അല്പം ആഹാരപദാർത്ഥമോ മറ്റു ചിലരിൽ ദണ്ഡം കൊണ്ടുള്ള പ്രഹരമോ ലഭിക്കുന്നത് പോലെ ജീവൻ കാമാധീനനായിട്ട് കർമ്മബദ്ധനായി ഭവിക്കയാൽ പുണ്യപാപമാർഗങ്ങളിൽ പ്രവർത്തിക്കുകയും അതിനെ അനുസരിച്ച് ഉയർന്ന ലോകങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്വർഗാദി സ്ഥാനങ്ങളിലോ താഴ്ന്ന ലോകങ്ങളായിരിക്കുന്ന നരകങ്ങളിലോ മധ്യത്തിലുള്ള മനുഷ്യലോകങ്ങളിലോ കർമാനുസാരേണ സുഖമോ ദുഃഖമോ അനുഭവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ തഥാ കാമമാപ്നോതി തഥാ കാമവ്യാപ്തോ ജീവ, അങ്ങനെ ഇതിൻ്റെ മുമ്പ് യഥാ ക്ഷുത്രിപീഡിത, എപ്രകാരമാണോ വിശന്ന് പീഡിതനായിരിക്കുന്ന യഥാ ക്ഷുത്രിപീഡിത ശ്വ, എപ്രകാരമാണോ വിശന്നു വലഞ്ഞിരിക്കുന്ന പീഡിതനായിരിക്കുന്ന ശ്വാവ് ഗൃഹം ചരൻ വീട് തോറും നടന്ന് ലോകാൻ ചരൻ താടനം ഭക്ഷണം വാ പ്രാപ്നോതി, ചില സ്ഥലത്ത് നിന്ന് താടനം അതായത് ദണ്ഡം, ചില അടി, ചില സ്ഥലത്ത് നിന്ന് ഭക്ഷണം ഇവയൊക്കെ പ്രാപിക്കുന്നത്. അതുപോലെ തഥാ കാമവ്യാപ്തോ കാമാസക്തനായിട്ട്, അതുപോലെ കാമാസക്തനായിട്ട് ജീവൻ ഉച്ചാവചദേഹാൻ, നല്ല സ്ഥലങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലുമൊക്കെ ഭ്രമണം ചെയ്തിട്ട് ദിഷ്ടം ഫലം, അതിനനുസരിച്ചുള്ള ഫലം ഭുങ്ക്തേ അനുഭവിക്കണു. തഥാ കാമവ്യാപ്തോ ജീവ ഉച്ചാവചദേഹാൻ ഭ്രമൻ ദിഷ്ടം ഫലം ഭുങ്ക്തേ. അപ്പോൾ യഥാ ക്ഷുത്രിപീഡിത, എപ്രകാരമാണോ വിശന്നു വലഞ്ഞ് പീഡിതനായിരിക്കുന്ന ശ്വാവ് ഗൃഹം തോറും നടന്ന് താടനം ഭക്ഷണം വാ പ്രാപ്നോതി, താടനങ്ങളും ഭക്ഷണവും പ്രാപിക്കുന്നത്. അതുപോലെ തഥാ, അതുപോലെ കാമവ്യാപ്തോ കാമാസക്തനായിട്ട് ജീവൻ ഉച്ചാവചദേഹാൻ, ഉയർന്നതും താഴ്ന്നതും ആയിരിക്കുന്ന ദേഹങ്ങളിൽ ഭ്രമണം ചെയ്ത് ഉച്ചാവച ദേഹാൻ ഭ്രമണം ചെയ്ത് ദിഷ്ടം ഫലം, അതിനനുസരിച്ചുള്ള ഫലത്തെ ഭുങ്ക്തേ ഭുജിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഒന്നുകൂടി വ്യാഖ്യാനം വായിച്ച് നോക്കാം. യഥാ ക്ഷുത്രിപീഡിത ശ്വാ ഗൃഹം ചരൻ താടനം ഭക്ഷണം വാ പ്രാപ്നോതി
തഥാ കാമവ്യാപ്തോ ജീവഃ ഉച്ചാവചദേഹാൻ ഭ്രമൻ ദിഷ്ടം ഫലം ഭുങ്ക്തേ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 32ാമത്തെ ശ്ലോകമാണ്. 32ാമത്തെ ശ്ലോകം ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദഃ സ്യാച്ചേത്തത്തൽ പ്രതിക്രിയാം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദഃ സ്യാച്ചേത്തത്തൽ പ്രതിക്രിയാം. എല്ലായിടത്തും ദുഃഖം ആണ് ജീവന് ലഭിക്കുന്നത്. ദൈവഭൂതാത്മഹേതു, അതിദൈവം, അതിഭൂതം, അധ്യാത്മം തുടങ്ങിയിരിക്കുന്ന ആ ദുഃഖങ്ങൾ ഹേതുവായിട്ട് താപങ്ങളിൽ ഏതിനെങ്കിലും ഒന്ന് മറ്റൊന്നാക്കി അതാതിനുള്ള ആ പ്രായശ്ചിത്താദികൾക്ക് ശമനം ഉണ്ടാക്കാം എന്നതല്ലാതെ ആ ശാശ്വതമായിരിക്കുന്ന ആ കർമ്മവിഭാഗ നിവൃത്തി ഇല്ല തന്നെ എന്നുള്ളതാണ് പറയുന്നത്. ദുഃഖേഷ്വേകതരേണാപി, ഏതെങ്കിലും വിധത്തിൽ ആ 3 വിധത്തിലുള്ള താപങ്ങളെ ജീവസ്യ ന വ്യവച്ഛേദാഃ, ആ ജീവന് അതിൽ നിന്നും ശാശ്വതമായിരിക്കുന്ന ആ ഒരു മുക്തി ഉണ്ടാവുന്ന സ്യാച്ചേത്തത്തൽ പ്രതിക്രിയാം, അതിന് തക്കതായിരിക്കുന്ന കർമ്മ വിഭാഗ നിവൃത്തി പ്രായശ്ചിത്താദി കർമ്മങ്ങളെ കൊണ്ടൊന്നും ലഭിക്കണില്ല എന്നർത്ഥം. അതാണ് ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ നവ്യവച്ഛേദ സ്യാച്ചേത്തത്തൽ പ്രതിക്രിയാം. ജീവന് ദൈവഭൂതാത്മഹേതുഷു, അധിദൈവം, അധിഭൂതം, അധ്യാത്മം എന്നീ ദുഃഖേഷു ആ താപങ്ങളിൽ ഏകതരേണ അഭി ഏതിനെങ്കിലും ഒന്ന് മറ്റൊന്നാക്കി തത്തൽ പ്രതിക്രിയ അതാതിനുള്ള പ്രായശ്ചിത്താദികളാൽ ശമനം ഉണ്ടാകാം എന്നതല്ലാതെ അതുകൊണ്ടൊരു അങ്ങനെ ചിലപ്പോൾ അതിൽ നിന്നും ആ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാകാമെന്നതല്ലാതെ അതുകൊണ്ടൊരു ശാശ്വതമായിരിക്കുന്ന വ്യവച്ഛേദ, ശാശ്വതമായിരിക്കുന്ന കർമ്മവിഭാഗ നിവൃത്തി നഹ, ഇല്ല തന്നെ. അതുകൊണ്ട് ഒരു ശാശ്വതമായിരിക്കുന്ന കർമ്മനിവൃത്തി ആ ജീവന് വരുന്നില്ല. ജീവന് ദൈവഭൂതാത്മഹേതുഷു, ആ അതിദൈവം, അതിഭൂതം, അധ്യാത്മം എന്നീ ആ ദുഃഖേഷു ആ താപങ്ങളിൽ ഏകതരേണ അപി ഏതിനെങ്കിലും ഒന്ന് ഈ താപങ്ങളിൽ, ഈ 3 വിധത്തിലുള്ള താപങ്ങളിൽ ഏതിനെങ്കിലും ഒന്നിനെ മറ്റൊന്നാക്കിയിട്ട് തത്തത് പ്രതിക്രിയാം അതാതിൻ്റെ പ്രായശ്ചിത്താദികളാൽ അതാതിനുള്ള പ്രായശ്ചിത്താദികളാൽ ശമനം ഉണ്ടാകും എന്നതല്ലാതെ, ഓരോന്നിനും അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ അതിന് ശമനം ഉണ്ടാകും എന്നതല്ലാതെ വ്യവച്ഛേദ, ശാശ്വതമായിരിക്കുന്ന കർമ്മവിഭാഗ നിവൃത്തി അതിൽ നിന്നും നഹ, ഇല്ല തന്നെ. അപ്പം ഇതിലത്തെ പദങ്ങൾ നോക്കാം ഒന്നുകൂടി. ജീവന് ദൈവഭൂതാത്മഹേതുഷു അതിദൈവം, അതിഭൂതം, അധ്യാത്മം എന്നീ ദുഃഖേഷു താപങ്ങളിൽ ഏകതരേണ അപി ഏതിനെങ്കിലും ഒന്ന് മറ്റൊന്നാക്കിയിട്ട് തത്തത് പ്രതിക്രിയ അതാതിനുള്ള പ്രായശ്ചിത്താദികളാൽ ശമനം സ്യാത് ചേത്, ശമനം ഉണ്ടാകും എന്നതല്ലാതെ അതുകൊണ്ടൊരു വ്യവച്ഛേദ, അതുകൊണ്ടൊരു ശാശ്വതമായിരിക്കുന്ന കർമ്മവിഭാഗ നിവൃത്തി ഇല്ല തന്നെ. അപ്പം ഇവിടെ ഇതിൻ്റെ അന്വയം വന്നിട്ട് ജീവസ്യ ദൈവഭൂതാത്മഹേതുഷു ദുഃഖേഷു
ഏകതരേണ അപി പ്രതിക്രിയ സ്യാത് ചേത് വ്യവച്ഛേദഃ ന. എന്നുകൂടി പറയാം. ജീവസ്യ ദൈവഭൂതാത്മഹേതുഷു ദുഃഖേഷു ഏകതരേണ അപി തത്തൽ പ്രതിക്രിയ സ്യാത് വ്യവച്ഛേദഃ ന. അപ്പോൾ ജീവന് അതിദൈവം, അതിഭൂതം, അധ്യാത്മം എന്നീ താപങ്ങളിൽ ഏതിനെങ്കിലും ഒന്ന് മറ്റൊന്നാക്കിയിട്ട് അതിനുള്ള പ്രായശ്ചിത്താദികള ശമനം ഉണ്ടാകും എന്നതല്ലാതെ ശാശ്വതമായിരിക്കുന്ന ഒരു മുക്തി അതിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രായശ്ചിത്തങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ആ ജീവൻ്റെ കർമ്മഫലം പരിഹരിക്കപ്പെടുന്നില്ല. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം ഇങ്ങനെയുള്ള താപത്രയങ്ങളിൽ ഒന്ന് മറ്റൊന്നാക്കി മാറ്റാൻ മാത്രമേ പ്രായശ്ചിത്തങ്ങൾക്ക് കഴിവുള്ളൂ. അത് ആ കർമ്മത്തെ നിശേഷം ശമിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങൾക്ക് ആ യഥാർത്ഥത്തിൽ പ്രതിക്രിയ ഇല്ല. ഉണ്ടെന്ന് വെച്ചാൽ പോലും ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന ദുഃഖങ്ങളിൽ വെച്ച് ഒന്നിൻ്റെ ബന്ധം ഇല്ലാതിരിക്കുക എന്നത് ജീവന് സാധിക്കില്ല. ഇതിൻ്റെ ഏതിലെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാതെ ജീവന് സാധ്യം അല്ല എന്നാണ് പറയുന്നത്. മുക്തി ലഭിക്കുന്നതുവരെ പരമ്പരയായിരിക്കുന്ന ദുഃഖാനുഭവം ഫലത്തെ ദൃഷ്ടാന്തപൂർവ്വം കാണിക്കുന്നു. അത് പറഞ്ഞു. അപ്പോൾ ക്ഷുദ്രജീവികൾക്ക് ദുഃഖം ഉണ്ടെന്നിരിക്കലും വിചാരശൂലന്മാർക്ക് ദുഃഖങ്ങളുടെ പ്രതികാര മാർഗം അറിയാവുന്നതുകൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടല്ലോ എന്ന് ശങ്കിക്കേണ്ട. ഓരോ ദുഃഖങ്ങളെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന പ്രായശ്ചിത്തങ്ങളെ ശാസ്ത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നിരിക്കലും ആവക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതും ഉപകരണങ്ങളെ സമ്പാദിക്കുന്നതും ദുഃഖരൂപമായതിനാൽ സുഖത്തിൻ്റെ സ്വരൂപം ഭേദിക്കുന്നതല്ലാതെ ദുഃഖം ഇല്ലെന്നുള്ള അവസ്ഥ വരണില്ല. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന ആ ദുഃഖങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നും കൂടിയോ ജീവനെ വിട്ടുപിരിയാതെ തന്നെ ഇരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥത്തിൽ, അന്വയാർത്ഥത്തിൽ അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറയണതെന്ന് നോക്കാം. ദൈവഭൂതാദിഷു സ്വേഷു ജീവസ്യൈകതരേണാപി ദുഃഖവിയോഗോ ന തത്തദുപായഃ. അപ്പോൾ അധിദൈവം, അതിഭൂതം, അധ്യാത്മം സ്വേഷു ജീവസ്യൈകതരാണി ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ കൂടിയിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തങ്ങൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ കൂടിയിട്ട് പ്രായശ്ചിത്തം ചെയ്ത ജീവസ്യൈകതരേണ വിയോഗോ ന തദുപായഃ സ്യാച്ചേൽ. എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്താൽ ദുഃഖത്തിന് വിയോഗം ഉണ്ടാവും എന്നുള്ള ഉപായം ഇവിടെ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദൈവഭൂതാദിഷു സ്വേഷു ജീവസ്യൈകതരേണാപി ദുഃഖവിയോഗോ ന തത്തദുപായഃ സ്യാച്ചേൽ തർഹി ദുഃഖരൂപ ഏവ. അപ്പോൾ ഇതിൽ ഉപായം, ആ ദുഃഖത്തിൽ നിന്നും ഒരു നിവൃത്തിക്ക് ഒരു ഉപായം ഇല്ല. അതുകൊണ്ട് അത് ദുഃഖരൂപം ആയിട്ട് തന്നെ നിൽക്കുന്നു. ഒന്നുകൂടി വായിക്കാം.
ദൈവഭൂതാദിഷു സ്വേഷു ജീവസ്യൈകതരേണാപി ദുഃഖവിയോഗോ ന തത്തദുപായഃ സ്യാച്ചേത് തർഹി ദുഃഖരൂപ ഏവ. ാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.